ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കണ്ണൂർ സ്പെഷ്യൽ ചിക്കൻ നെരിപ്പടാണ്. പഴയകാല ഒരു പുതിയ പ്ലസ് സ്പെഷ്യൽ ചായക്കടി സൽക്കാരങ്ങളൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിക്കി ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നെരിപ്പട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് നേരിയരിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അരിക്കുള്ള പേര് കൊണ്ടാന്ന് തോന്നുന്നു ഈ ഒരു സ്നാക്കിന് ഇങ്ങനെ ഒരു പേര് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ അരക്കപ്പ് അളവിൽ നേരിയരി, അതായത് ജീരകശാല അല്ലെങ്കിൽ കൈമ റൈസ് കേട്ടോ, അത് ഞാനിത് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 3-4 തവണ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വേണ്ടി വെക്കുക. അപ്പോൾ ഈ ഒരു സ്നാക്ക് ഈ നേരിയരിനെ കൊണ്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ്. ഇതിന് പകരമായിട്ട് പച്ചരി എടുക്കുക, കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്തായാലും ഇത്രയും ഫ്ലേവർ കിട്ടില്ല കേട്ടോ ഈ ഒരു സ്നാക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം കുറച്ചധികം തന്നെ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഏകദേശം ഒരു 1.5-2 മണിക്കൂറിൻ്റെ അടുത്തായിട്ടൊന്ന് കുതിരാൻ വേണ്ടി വെക്കാം. പെട്ടെന്ന് റെഡിയാക്കി കിട്ടും കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ആ ഒരു സമയം കൊണ്ട് ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി വെക്കാം. ഇനിയിപ്പോൾ നമ്മൾ ചിക്കൻ നെരിപ്പടയിലേ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ചിക്കൻ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഫില്ലിങ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതാ ഞാൻ കുറച്ച് ചിക്കൻ പീസസ് എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നോർമലായിട്ട് വേവിച്ചിട്ട് ഫ്രൈ ചെയ്യുന്നത്, അതായത് കുറച്ച് മഞ്ഞൾ, ഉപ്പും മുളക് പൊടി മാത്രം ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം കൈ കൊണ്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നോർമൽ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ ഇതാ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്കിൽ ചിക്കനൊന്നും കറക്റ്റ് ഒരു അളവൊന്നും ഇല്ല കേട്ടോ, നമ്മുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് എടുക്കാം. ചിലവർ ഒരുപാട് ചിക്കൻ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, അങ്ങനെ കേട്ടോ. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത പാനിൽ ഒട്ടും തന്നെ എണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ കൂടി ഓയിലോ വെളിച്ചെണ്ണയോ എന്താണോ ഇഷ്ടമുള്ളത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് 2 ചെറിയ സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഓവർ വലുപ്പമുള്ളതൊക്കെ ആണെങ്കിൽ 1 സവാള മതി കേട്ടോ, കാരണം ഇതിലേക്ക് നമുക്ക് കൂടുതലായിട്ട് ഈ ഒരു പോളയിലേക്ക് ഫില്ലിങ് വേണ്ട. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, രണ്ടും കൂടി 1 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1 പച്ചമുളക് നല്ല പൊടിയായിട്ട് കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. സവാള നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം 85-90% വഴറ്റി എടുത്താൽ മതിയേ. അപ്പോൾ ഇതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ വേറെ പൊടികളൊന്നും ഞാൻ ഇതിൽ ചേർക്കുന്നില്ല, കാരണം ഓൾറെഡി നമ്മൾ ചിക്കൻ വേവിക്കുന്ന സമയത്ത് എല്ലാം ചേർത്തിട്ടാണല്ലോ ഫ്രൈ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഇല്ലേ, അത് മൊത്തത്തിൽ ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും രണ്ടും കൂടി പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയും സമയത്ത് നമ്മൾ ചിക്കനിൽ മാത്രമല്ല ഉപ്പ് ഇട്ടിട്ടുള്ളൂ, വേറെ ഉപ്പ് കാര്യങ്ങളൊന്നും ഇടാത്തതുകൊണ്ട് ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതാ വീണ്ടും ഒന്നുകൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഫില്ലിംഗ് ആണ് കേട്ടോ. ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം, കാരണം ആ ഒരു സവാളയും ചിക്കനും ഒക്കെ കൂടി ഒന്ന് സെറ്റായിട്ടില്ല, അങ്ങനെ വെക്കണം കേട്ടോ എന്തായാലും. അല്ലാതെ ഉടനെ തന്നെ നിങ്ങൾ ബാറ്ററിലേക്ക് ഇടാൻ പാടില്ല, അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. ഇനിയിപ്പോൾ ഞാനിത് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരി വെള്ളം മൊത്തത്തിൽ ഊറ്റിയെടുത്തതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 4 മുട്ട ചേർക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര ചെറിയ സൈസ് മുട്ടയാണെന്നുണ്ടെങ്കിൽ ഒരു 5 വരെ എടുത്തോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇത് 4 മുട്ട ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് തേങ്ങാപ്പാലാണ് ഈ ഒരു അരി അരച്ചെടുക്കാൻ പോകുന്നത്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല, മുട്ടയും തേങ്ങാപ്പാലാണ് ഇതിൻ്റെ മെയിൻ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ 1/2 കപ്പ് അളവിൽ തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ 1/2 കപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നീട് ലാസ്റ്റ് ഇനി ഒഴിക്കാനുണ്ട്. ഇതിപ്പോൾ അരയാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് 1/2 കപ്പ് മാത്രം ഒഴിക്കുക. പിന്നെ ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഒട്ടും തന്നെ തരികളില്ലാതെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതുപോലെ ഒരു തവണ അരച്ചെടുത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ബാക്കിയുള്ള 1/2 കപ്പും കൂടി പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്മൾ 1 കപ്പ് പാലാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ലൂസായിട്ടുള്ള ബാറ്റർ ആയിരിക്കണം കേട്ടോ ഇതിൻ്റെത്. അങ്ങനെ ഇതാ ഞാൻ വീണ്ടും ഒന്നുകൂടി അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് ഈ ഒരു ബൗളിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഓവർ തിക്കല്ലാതെ അത്യാവശ്യം ലൂസായിട്ടുള്ള ബാറ്റർ ആയിരിക്കണം കേട്ടോ ഇതിന്. അപ്പോൾ 1 കപ്പ് ടോട്ടൽ തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു തിക്നെസ് ആയിരിക്കണം കേട്ടോ നമ്മുടെ മാവിന്. ചിലപ്പോൾ ചില അരിക്ക് ചെറിയ വ്യത്യാസങ്ങൾ വരാം. അങ്ങനെയാണെങ്കിൽ ഒരു 1/4 കപ്പും കൂടി എക്സ്ട്രാ പാല് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിക്കുക കേട്ടോ. 3/4 കപ്പ് വരെ ഒഴിക്കുക, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഡയറക്റ്റ് പെട്ടെന്ന് തന്നെ നെരിപ്പടം ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ നെരിപ്പട റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരല്പം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ബ്രഷ് കൊണ്ടൊന്ന് സൈഡിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ, കാരണം നമുക്കിത് പൊങ്ങി വരുന്ന സമയത്ത് എവിടെ ഒട്ടിപ്പിടിക്കാതെ സെറ്റാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ നമ്മുടെ നെരിപ്പടത്തിൻ്റെ ബാറ്റർ റെഡിയാക്കി വെച്ചത് നേരെ ഹാഫ് പോർഷനായിട്ട് ഒരു കപ്പിലെടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ലെയറായിട്ട് ഹാഫ് ഒഴിക്കാം. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഫില്ലിംഗ് ഇല്ലേ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. എത്രത്തോളം വേണമെന്നുള്ളത് ഇട്ട് കൊടുക്കാം. അപ്പോൾ മുകൾ ഭാഗം സെറ്റാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യൊന്നും വേണ്ട. മാവ് ഒഴിച്ച ഉടനെ തന്നെ ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഉള്ളിലൊക്കെ ഫില്ലിംഗ് എത്തണം കേട്ടോ. അതുകൊണ്ടാണ് ഉടനെ തന്നെ ഇടാൻ പറയുന്നത്. എല്ലാ സൈഡിലായിട്ട് ഫില്ലിംഗ് എത്തണം. അങ്ങനെ ചിക്കൻ ഫില്ലിങ് മൊത്തത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ഹാഫ് ബാറ്ററില്ല അത് ഫസ്റ്റ് ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒന്ന് മുകൾ ഭാഗം ആറാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ മൊത്തത്തിലായിട്ട് എല്ലാ സൈഡിലായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്നും ഇളക്കോ അനക്കോ ഒന്നും വേണ്ട കേട്ടോ. പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു 10-15 മിനിറ്റ് ആകുമ്പോൾ മാത്രം നമുക്കിതിലേക്ക് ചെറിയൊരു പരിപാടിയും കൂടിയുണ്ട്. അപ്പോൾ ഇതുപോലെ അടപ്പ് അടച്ചു കൊടുത്തതിന് ശേഷം ഹോളുള്ള അടപ്പാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഹോൾ അടച്ചു കൊടുക്കണം. എങ്കിലേ പെട്ടെന്ന് വെന്ത് കിട്ടും. അരിയല്ല അപ്പോൾ വേവാൻ സമയം എടുക്കും. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാനൊരു അടിയിൽ പഴയ പാന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പോളയ്ക്ക് പഴയൊരു പാന് വെക്കുന്നത് നല്ലതാണ്. കാരണം ഏകദേശം ഒരു 3/4 മണിക്കൂറിൻ്റെ വേവുണ്ട് ഈ ഒരു പോള, അതായത് ഈ ഒരു നെരിപ്പടം. കാരണം അരിയാണല്ലോ, അരി വെന്ത് കിട്ടണം. സാധാരണ മൈദ ബാറ്റർ പോലൊന്നും വേഗം പെട്ടെന്നൊന്നും വേവില്ല. അതുകൊണ്ട് 3/4 മണിക്കൂറോളം വേവുണ്ട്. അതുകൊണ്ട് അടിയിലൊരു പഴയ പാൻ എന്തായാലും വെക്കാൻ വേണ്ടി മറക്കരുത്. ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഒന്ന് അടപ്പ് തുറന്ന് നോക്കുന്ന സമയത്ത് സൈഡൊക്കെ കണ്ടില്ല ഒന്ന് സെറ്റായി ഒന്ന് മുകൾ ഭാഗം ഒന്ന് ആറി വരാൻ തുടങ്ങുന്നുണ്ടാവും. ആ ഒരു ടൈമിൽ എന്തെങ്കിലും ഡെക്കറേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യട്ടെ ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇത് 2 പീസ് ഒരു തക്കാളിയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലും ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഫോട്ടോ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ സെർവ് ചെയ്യുന്ന സമയത്ത് നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് വെച്ച് കൊടുക്കും. അതുപോലെ തന്നെ ക്യാപ്സിക്കൊക്കെ കട്ട് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ വീണ്ടും അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഏകദേശം ഒരു ടോട്ടൽ എല്ലാം കൂടി നമ്മൾ ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് റെഡിയാവുന്ന വരെയുള്ള സമയം ഏകദേശം ഒരു 40-45 മിനിറ്റാണ് കേട്ടോ. അപ്പോൾ അരമണിക്കൂർ ഒന്ന് ടോട്ടൽ ആയിക്കഴിഞ്ഞാൽ ഒന്ന് അടപ്പ് തുറന്ന് ചെക്ക് ചെയ്യുക വെന്തോന്നുള്ളത്. കാരണം ഓരോ പാൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടും ഫ്ലെയിമിൻ്റെ വ്യത്യാസത്തിനനുസരിച്ചും വേവിൻ്റെ ടൈമിലും വ്യത്യാസം വരാം. അതുകൊണ്ട് അതെല്ലാവർക്കും അറിയുന്നതന്നെയല്ലേ, എന്നാലും ഒന്ന് ശ്രദ്ധിക്കണേ. അങ്ങനെ നമ്മുടെ ചിക്കൻ നെരിപ്പട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എനിക്ക് 40 മിനിറ്റാണ് ഇത് വേവാനുള്ള സമയം എടുത്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒരു കത്തി വെച്ചിട്ട് നോക്കുക ഉള്ളു ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. എന്നിട്ട് വീണ്ടും ഒരു 5 മിനിറ്റോളം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് മുകൾ ഭാഗം കൂടി ഒന്ന് മൊരിച്ചെടുത്താൽ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ. കാരണം അരി ആയതുകൊണ്ട് തന്നെ മുകൾ ഭാഗം കൂടി ഒന്ന് സെറ്റായി കിട്ടിയാൽ നല്ലതാണ്. അപ്പോൾ ഞാൻ എന്തായാലും അങ്ങനെ ചെയ്തിട്ട് കൊണ്ടുവരാം. അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ നെരിപ്പട റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ. അതുപോലെ തന്നെ കഴിക്കാനാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുകൾ ഭാഗം കൂടി ഒരു 3-4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, വേറൊരു പാനിൽ തിരിച്ചിട്ട് കൊടുത്തിട്ട്. അപ്പോൾ ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒട്ടും തന്നെ അടിയിൽ പിടിച്ചിട്ട് ഒന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത് പഴയ പാൻ അടിയിൽ വെക്കണം എന്നുള്ളത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫ്ലേവർ ഉള്ളൊരു സ്നാക്കാണ് കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഐറ്റാണ്. അപ്പോൾ ഇതാ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതുവരെ ഇങ്ങനെ ഒരു ഐറ്റം കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ആക്കി നോക്കുക കേട്ടോ. അപ്പോൾ നമുക്കിത് സ്നാക്സ് ആയിട്ട് മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറൊക്കെ ആയിട്ട് സെർവ് ചെയ്യട്ടോ. പുതിയ സൽക്കാരങ്ങളിലൊക്കെ അങ്ങനെ സെർവ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇതാ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്, കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്